നിങ്ങൾ ഈ മീഡിയയിലേക്ക് ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വ്യാഖ്യാനങ്ങളാണ്. ഞങ്ങളെല്ലാം തമ്മിൽ നല്ല ധാരണയിലും നല്ല ഇതിലുമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ പങ്കെടുക്കും, ഒരുമിച്ച് തീരുമാനിക്കും പരിപാടികളുടെ കാര്യങ്ങളും എല്ലാം. ഞങ്ങളെല്ലാം നിരന്തരമായി സമ്പർക്കത്തിലാണ്. എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കും, അല്ലെങ്കിൽ പരിപാടി സ്ഥലത്ത് വെച്ച് കാണും. അതൊക്കെ തെറ്റായ ധാരണയാണ്. അതൊക്കെ CPM-ലാണ് കണ്ടാമിണ്ടാത്തതും ബഹളമൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല ബന്ധമാണ് കോൺഗ്രസിൻ്റെ അകത്ത്. നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യവും ദൗർഭാഗ്യവും ഉണ്ടായിരുന്നത് ഗ്രൂപ്പുകളുടെ അതിപ്രസരമായിരുന്നു. ഒരു കാലത്ത് ആ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഇല്ലാതായി. ഇപ്പം എല്ലാ ലീഡർഷിപ്പും തമ്മിൽ നല്ല ടേംസിലാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ UDF-നെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളാണ്. പിന്നെ UDF തിരിച്ചു വരില്ല, കോൺഗ്രസ് തിരിച്ചു വരില്ല. ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെൻറ്റ്, ഡൽഹി ദേശീയ നേതൃത്വവും കേരളത്തിലെ MLA-മാരും കോൺഗ്രസ് MLA-മാരും തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് നമുക്ക് തുടർഭരണം പോയി ഇല്ലേ, നഷ്ടപ്പെട്ടു നമുക്ക്. അപ്പം ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഞങ്ങളത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ചെറിയ ഇതൊക്കെ വരും. ജനാധിപത്യ പാർട്ടിയല്ലേ, അഭിപ്രായങ്ങൾ വരും. ഇപ്പം ഇരുമ്പ് മറയിലുണ്ടായിരുന്നൊരു പാർട്ടിയുടെ പുറത്ത് അത്രയൊന്നും പ്രശ്നം കോൺഗ്രസ്സിലില്ലല്ലോ. എന്തോരം പേരെ ഇപ്പോൾ വന്ന് കോൺഗ്രസ് ചേരണത് നിങ്ങളൊന്നും കാണുന്നില്ല, വാർത്തയും കൊടുക്കണില്ല, ഒന്നുമില്ല. ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരാൾ കോൺഗ്രസ് വിട്ടുപോയാൽ അന്നത്തെ ദിവസം 5-6 മണിക്കൂർ ചർച്ച ചെയ്യണ്. എന്തോരം പേരെ കോൺഗ്രസ് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നല്ല സംസാരിക്കുന്നത്. ഈ കൊച്ചി, ഈ എറണാകുളം ജില്ലയിൽ എത്ര പേര് CPM-ൽ നിന്ന് കോൺഗ്രസ് ചേർന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു. നിങ്ങൾ വാർത്ത കൊടുക്കാണ്ട. കോൺഗ്രസ് ചേരുമ്പോൾ എന്താ വാർത്ത കൊടുക്കാത്തത്? ഈ വയനാട് പുനരധിവാസ പട്ടികയിലെ കരട് പട്ടികയിൽ ഈ അർഹരായ പലരും ഉൾപ്പെട്ടിട്ടില്ല, പല പേരുകൾ ഇരട്ടിപ്പുണ്ടായിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു വാർത്ത ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളുടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ അവിടെയുണ്ട്, ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ അർഹരായ ഒരാൾക്ക് പോലും അവിടെ നീതി നിഷേധിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തും. അത്രയേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കട്ടെ. നമ്മൾ വയനാട് വിഷയത്തിൽ അങ്ങ് ചാടിക്കേറിയ എല്ലാ കാര്യത്തിലും പറയുന്നില്ല. ഞങ്ങൾ ഒന്ന് പരിശോധിക്കട്ടെ. അവിടെ നമ്മുടെ MLA ഉണ്ട്. MLA-യുടെ നേതൃത്വത്തിൽ വളരെ കീനായി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വയനാട് ജനപ്രതിനിധികളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്. അവർ രാപകലില്ലാതെ ഈ പാവങ്ങളുടെ കൂടെ ഉണ്ട്.